വസന്ത, ഇതിൽ ജിതിൻ ഏറ്റവും ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷമാണ് ഈ രാഹുൽ ഗാന്ധി ആരോപണം. അല്ല, അതിന്റെ കാരണമാണ് വസന്ത് പറഞ്ഞത്. ജിതിൻ, അതിന്റെ കാരണമാണ് വസന്ത് പറഞ്ഞത്. ഒരാൾ പൊക്കത്തിലുള്ള കടലാസ് കെട്ടുകൾ കൊടുത്ത് അതിൽ ഓരോന്നും ക്രോസ് ചെക്ക് ചെയ്താണ് കൃത്യം. അങ്ങനെയാണെങ്കിൽ അതിലുള്ള എല്ലാ പേരുകളും രാഹുൽ ഗാന്ധിക്ക് അങ്ങ് പറയാമായിരുന്നല്ലോ. ഇതാ ഇവരൊക്കെയും വ്യാജ വോട്ട് ചെയ്തെന്ന് പറയാമായിരുന്നല്ലോ. അത് പറഞ്ഞില്ലല്ലോ. നിലവിൽ അദ്ദേഹം പറഞ്ഞത് സാധാരണ യുക്തിയിൽ വിശ്വസനീയം എന്ന് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വരുന്നുണ്ട് വസന്ത്, ഒരു കാര്യത്തിൽ കൂടി, അതായത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒന്നിലധികം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇതാ BJP-യുടെ പ്രതിനിധി ഉത്തരവാദിത്തത്തോടു കൂടി അതേ ആരോപണങ്ങളൊക്കെയും രാഹുൽ ഗാന്ധിക്കെതിരെ മുഴുവൻ ഡേറ്റയും വ്യാജമായി പ്രൊഡ്യൂസ് ചെയ്ത് നടത്തിയ വാർത്താ സമ്മേളനമാണ് എന്നതാണ് പറയുന്നത്. അതിന് കാരണമായി പറയുന്നത് ഈ പറയുന്ന ശകുൻ റാണി, അതിലൊരു പേരായിരുന്നല്ലോ. ശകുൻ റാണിയുടെ കാര്യത്തിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടിയത് എന്നുള്ളത് കൂടിയുണ്ട്. ശകുൻ റാണിയോട് പോയി ചോദിച്ചു, നിങ്ങൾ രണ്ടിടത്ത് വോട്ട് ചെയ്തോ? അവർ പറഞ്ഞു ഇല്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് വ്യാജമാണ്. നോക്കൂ, വ്യാജ വോട്ട് ചെയ്താൽ അത് ജാമ്യമില്ലാ വകുപ്പാണ്. 80 വയസ്സ് കഴിഞ്ഞാൽ വന്ധ്യ വയോധികയോട് പോയിട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസുണ്ടാവാൻ സാധ്യതയുണ്ട്, ആ കുറ്റം നിങ്ങൾ ചെയ്തോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചാൽ അവർ അയ്യോ ഞാൻ ആ കുറ്റം ചെയ്ത് എന്നെ ജയിലിലേക്ക് വിടണമേ, ഇരു കൈകളും എന്ന് നീട്ടിത്തരുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കുമോ? ഇനി ഞങ്ങളുടെ വാദം എന്താണെന്ന് അറിയാമോ? ശകുൻ റാണി നേരിട്ട് പോയി രണ്ടിടത്ത് വോട്ട് ചെയ്തെന്ന് ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞത് ആ രണ്ടിടങ്ങളിൽ, 2 ബൂത്തുകളിൽ, 2 പോളിംഗ് സ്ഥലങ്ങളിൽ ശകുൻ റാണിയുടെ പേരുണ്ട്. രണ്ടിടത്തും ആ ശകുൻ റാണി എന്ന പേരിന് നേരെ ടിക്കുണ്ട്. രണ്ടിടത്തും അത് പോൾ ചെയ്യപ്പെട്ടതായി കാണുന്നു. ഒരിടത്ത് ശകുൻ റാണി ആവാം, മറ്റിടത്ത് ഏത് ശകുനിയാണ് പോയി വോട്ട് ചെയ്തത് എന്നതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അതറിയണമെങ്കിൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണം. അതറിയണമെങ്കിൽ രണ്ടിടത്ത് ടിക്കില്ല എന്നുള്ളതാണ് BJP വാദം വസന്ത്. അല്ല, ആ ടിക്കുണ്ടോ ഇല്ലോ എന്നൊക്കെ ഇലക്ഷൻ കമ്മീഷൻ പറയട്ടെ. ഞങ്ങൾ ശകുൻ റാണിയെ പറ്റി മാത്രമായി ബന്ധപ്പെട്ടല്ലോ പറഞ്ഞത്. 2, ഈ വോട്ടിംഗ് മെഷീൻ റിഗ് ചെയ്യപ്പെടുന്ന സംസ്ഥാനത്ത് ഇവർക്കൊരു ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മായ്ക്കാനൊന്നും വലിയ പ്രശ്നമുണ്ട് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നത് ഇപ്പോൾ ഒരു മണ്ഡലത്തിന്റെയാണ്. വരും ദിവസങ്ങളിൽ നിരവധി മണ്ഡലങ്ങളിലെ വിഷയങ്ങൾ പുറത്തു വരും. അന്ന് ഏതെങ്കിലും ഒരു ശകുൻ റാണിയെ, ഈ 3 ദിവസം എടുത്തു കേട്ടോ ശകുൻ റാണി കണ്ടുപിടിച്ച് അതെല്ലാം ഒന്ന് കടിച്ചു തൂങ്ങാൻ വേണ്ടി, ഇനി ബാക്കിയുള്ള ശകുനിമാരെയും ശകുനി റാണിമാരെയൊക്കെ കണ്ടുപിടിച്ചു വെച്ചോളൂ. ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെട്ടത് കേവലം 6 സീറ്റിന്. സംശയമുണ്ടോ? ഇന്ത്യ മുന്നണിയും BJP-യും തമ്മിലുള്ള വ്യത്യാസം 6 സീറ്റാ. ആ 6 സീറ്റിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ നിതീഷ് കുമാർ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 5 തവണ മുന്നണി മാറിയ നിതീഷ് കുമാർ നിങ്ങളുടെ കൂടെ നിൽക്കുമായിരുന്നു എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇന്ത്യ മുന്നണിക്കാകെ BJP-യേക്കാൾ സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും നിതീഷ് അടക്കമുള്ളവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമായിരുന്നു. എന്താ സംശയം? നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ആയി ഭരിക്കാൻ പറ്റുമായിരുന്നോ? പറ്റില്ല. അപ്പൊ കേവലം 6 സീറ്റ് കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നത്. 6 സീറ്റിലല്ല, 600 സീറ്റിൽ നിങ്ങൾ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ അടുത്ത വാദം പറയായിരിക്കും ടോട്ടൽ 600 സീറ്റിൽ എന്ന്. പൊക്കോട്ടെ, ഞാനൊരു ഭംഗിയേന്ദ്രനാണ് പറഞ്ഞാണെന്ന് കൂട്ടിയാൽ മതി. 60 സീറ്റിൽ പോട്ടെ, 60 സീറ്റിൽ എന്താണ് നിങ്ങൾ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട് എന്ന തെളിവുമായാണ് ഞങ്ങൾ വരുന്നത്. അത് പൂർണ്ണമായി വെളിയിൽ വിട്ട ശേഷം ഞങ്ങൾ കോടതിയെ സമീപിക്കും. ഞാൻ മടങ്ങി വരാം.